അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് മുസ്ലിമായി ജീവിക്കുന്നവർക്കും എല്ലാവർക്കും അധികമൊന്നും അറിവില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ്. അതായത് എന്താണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ബേസിക് അല്ലെങ്കിൽ കാതൽ. അതാണ് ഞാനിന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഞാൻ മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കൊളീഗ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എങ്ങനെയാണ് മുന്നിലൊരു അതായത് അവർ വിഗ്രഹം ആരാധിക്കുന്ന ആളുകളെപ്പെട്ടവരായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഒരു ഇമേജ് അല്ലെങ്കിൽ രൂപമില്ലാതെ നിങ്ങൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് അവരോട് ചോദിച്ചത്. അതിനുള്ള മറുപടി അന്ന് കൊടുക്കാനുള്ള അറിവൊന്നും എനിക്കില്ല. ഇന്നും എനിക്കറിവില്ല. ഞാനൊരു LKG സ്റ്റുഡൻറ്റ് മാത്രമാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് കിട്ടുന്ന ഇത്തിരി ചെറിയ അറിവുകൾ ഇതുപോലെ തീരെ അറിയാത്ത മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ഷെയർ ചെയ്യണം മാത്രം. അതായത് ഇന്നും എനിക്ക് എൻ്റെ ദൈവം, നിനക്ക് നിൻ്റെ ദൈവം, മറ്റവന് വേറെ ദൈവം, ഇങ്ങനെ വിശ്വസിക്കുന്ന ആളുകളാണ് നമുക്കിടയിൽ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഒരിക്കൽ കുറേ മുമ്പത്തെയാണത് ഒരു സിനിമാ നടൻ ബൈജു ഒരിക്കലൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യമാണ്. അതിവിടെ ഞാൻ വായിച്ചു തരാം. അതിനൊരു ഈശ്വരവിശ്വാസം ഇല്ലെന്നും അതിന് കാരണമായിട്ട് അദ്ദേഹം പറയുന്നത്, മനുഷ്യർക്ക് എല്ലാവർക്കും കൂടി ഒരു ദൈവമാണെങ്കിൽ താൻ വിശ്വസിച്ചിട്ടുണ്ടാവും. പക്ഷേ ഒരാൾക്ക് ഒരു ദൈവം, വേറൊരാൾക്ക് വേറെ ദൈവം, ഇങ്ങനെ എവിടെ തിരിഞ്ഞാലും ദൈവങ്ങളായതുകൊണ്ടാണ് എനിക്ക് വിശ്വാസമില്ലാതായതെന്നുമാണ്. ഇത് ഉയർത്തുന്ന ഒരു ചോദ്യമുണ്ട്. മനുഷ്യർക്ക് എല്ലാവർക്കും കൂടിയുള്ള ഒരു ദൈവമുണ്ടോ എന്നതാണ് ചോദ്യം. ഈ ഒരു ചോദ്യത്തിനുള്ള വ്യക്തമായ ഉത്തരമാണ് ഇസ്ലാം മതം. അതെങ്ങനെയെന്ന് നോക്കാം. ഇവരുടെ ഈ റീൽസ് കണ്ടു നോക്കട്ടോ. ബുദ്ധമത വിശ്വാസിയായ ഇവർ ഇസ്ലാമിലേക്ക് കൺവേർട്ടായതാണ്. ഇവർ പറയുന്നത് കേൾക്കാം. അള്ളാഹു എന്നാൽ അറബി ഭാഷയിൽ ഗോഡ് അല്ലെങ്കിൽ ദൈവം എന്നാണ് അർത്ഥം. ദൈവം എന്നതിൻ്റെ അറബി വാക്കാണ് അള്ളാഹു. മുസ്ലിമിൻ്റെ വിശുദ്ധ ഗ്രന്ഥമായ ഖുർആൻ എന്നാൽ വായിക്കുക, അതുമല്ലെങ്കിൽ ഓതുക എന്നാണ് അർത്ഥം. ഇസ്ലാം എന്നതിൻ്റെ അർത്ഥം സർവശക്തനായ ദൈവത്തിനോടുള്ള സമർപ്പണം എന്നാണ്. ഒരു മനുഷ്യൻ ശ്രേഷ്ഠാവിനോടുള്ള സമർപ്പണത്തിൽ സമാധാനം കണ്ടെത്തുന്നുണ്ടെങ്കിൽ അവനാണ് യഥാർത്ഥ മുസ്ലിം. ഇതെന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. കാരണം ഒരു ബുദ്ധമത വിശ്വാസത്തിൽ വളർന്ന എനിക്ക് ചുറ്റിലും ഒരുപാട് ദൈവങ്ങളും വ്യത്യസ്ത മുഖങ്ങൾ, വ്യത്യസ്ത നാമങ്ങൾ, വ്യത്യസ്ത രൂപങ്ങളുമുള്ള ഒരുപാട് ദൈവങ്ങളാണ് ഉണ്ടായിരുന്നു. ഇവരെ രൂപപ്പെടുത്തിയതോ വിവിധമായ സംസ്കാരങ്ങൾ, ചരിത്രങ്ങൾ, ചുറ്റുപാടുകൾ, ഇതൊക്കെയാണ് ഈ ദൈവങ്ങളെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചിന്തിച്ചത് അള്ളാഹു മുസ്ലിമിന് മാത്രമായിട്ടുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ദൈവം എന്നാണ്. സത്യസന്ധമായി പറഞ്ഞാൽ ഇതിനെ ശരിക്കും ചിന്തിപ്പിച്ചു. നമ്മൾ എത്രയധികം വിശ്വാസങ്ങളാണ് ചുമക്കുന്നത്. ജസ്റ്റ് അതിനൊക്കെയുള്ള കാരണം ഇതിന് പിറകിലുള്ളതിനെ കുറിച്ച് ചോദിക്കുന്നില്ല എന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു, അള്ളാഹു ഇല്ലാതെ മറ്റൊരു ദൈവമില്ല, ആരാധനയ്ക്കർഹൻ അവൻ മാത്രം. ഇതാണല്ലോ നമ്മുടെ വിശ്വാസത്തിൻ്റെ കാതൽ. അതാണ് ഏകനിലാഹിയാണ്. മനുഷ്യർക്ക് മുഴുവനുള്ള ഗ്രന്ഥമാണ് ഖുർആൻ. മനുഷ്യർക്ക് മുഴുവനായിട്ടുമുള്ള ദൈവം അള്ളാഹു. പലരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതും കണ്ടെത്താത്തതുമായ ഈ സത്യത്തെയാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. ഏകനിലാഹി അവൻ മാത്രം. ശരിക്കും അള്ളാഹുവിനോടുള്ള പൂർണ്ണ സമർപ്പണമാണ് നമ്മുടെ വിശ്വാസം. എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ് ഖുർആൻ. എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ് റബ്ബ്. മനുഷ്യ ശ്രേഷ്ഠമായ റബ്ബിന് തന്നെ സർവ്വസജൂതും.